വിശുദ്ധ ഗ്രന്ഥത്തിൽ 250-ലേറെ പ്രാവശ്യം പരാമർശിക്കുന്ന ഈ മാലാഖമാർ ആരാണെന്നും അവരുടെ ദൗത്യം എന്താണെന്നും എപ്രകാരമാണ് ഈ മാലാഖമാർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നും അറിയാനുള്ള ഒരു ശ്രമമാണ് നാം ഇവിടെ നടത്തുക. സ്വർഗീയ ദൂതന്മാരായ മാലാഖമാർ അവരെ ദൈവികമായ ഒരു അടയാളമായി കാണാനും അനുസ്മരിക്കാനും ഒരു ദിനം തിരുസഭ നമുക്ക് നൽകുന്നുണ്ട്. AD 5-ാം നൂറ്റാണ്ട് മുതലേ സഭയുടെ പാരമ്പര്യത്തിൽ മാലാഖമാരുടെ തിരുനാളുകൾ ആഘോഷിച്ചിരുന്നതായിട്ട് ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്. റോമിൽ വിശുദ്ധ മിഖായേലിൻ്റെ നാമധേയത്തിലുള്ള ഒരു ദേവാലയത്തിൻ്റെ കുദാശ കർമ്മം സെപ്റ്റംബർ 29-ന് നടന്നതായിട്ട് 6-ാം നൂറ്റാണ്ടിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനെ തുടർന്ന് എല്ലാ വർഷവും ഈ ദിനം മാലാഖമാരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന ഒരു ദിനമായി സഭാ കലണ്ടറുകൾ മാറ്റിവെക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറെ കൃത്യമായ സൂചനകൾ മാലാഖമാരുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് നാം കാണുന്നുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. തോബിത്തിനോടൊപ്പം യാത്ര ചെയ്ത ആ സഹായകൻ, ആ ഒരു കൂട്ടുകാരൻ അവസാനം തന്നെ വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമായിരുന്നു: ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. ദാനിയേലിൻ്റെ പുസ്തകത്തിലും 8-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദാനിയേലിന് ലഭിക്കുന്ന ഒരു ദർശനത്തിൽ മനുഷ്യരൂപമുള്ള ഒരുവൻ അവസാനകാല മുന്നറിയിപ്പുമായി എത്തുമെന്നും ദൈവത്തിൻ്റെ ദൂതുമായി വരുന്ന അവൻ ഒരു ദൈവീക മനുഷ്യനാണ് എന്നുള്ള ആ ഒരു വെളിപ്പെടുത്തൽ ദാനിയേലിൻ്റെ ഗ്രന്ഥം നമുക്ക് നൽകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആദവും ഹവ്വയും പിന്നീട് ആ തോട്ടം കാക്കാൻ ദൈവം കെരൂബുകളെ നിയമിച്ചുവെന്ന് 3-ാം അധ്യായത്തിൻ്റെ 24-ാം വചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. ഉൽപ്പത്തിയിൽ തന്നെ 19-ാം അധ്യായത്തിൽ ലോത്തിനെ രക്ഷിക്കാനായി 2 ദൈവദൂതന്മാർ ഇടപെടുന്നതും നാം കാണുന്നു. 21-ാം അധ്യായത്തിൽ ഹാഗാറിനെയും ഇസ്മയിലിനെയും മരുഭൂമിയിൽ വെച്ച് രക്ഷപ്പെടുത്താനായിട്ട് അവിടെയും ദൈവദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. ഉൽപ്പത്തിയിൽ 22-ാം അധ്യായത്തിൽ ഇസ്ഹാക്കിനെ അബ്രാഹാം ബലിയർപ്പിക്കാൻ പോകുന്ന ആ സമയത്തും ദൈവദൂതൻ ഇടപെടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോഴും തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ്ലീഹ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 16-ാം വചനത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ മരിച്ചവർ ഉത്തിതരാക്കപ്പെടുമെന്നുള്ള ആ ഒരു സന്ദേശം അവിടെയും പങ്കുവെക്കുന്നുണ്ട്. യൂദാസ്ലിഹായുടെ ലേഖനത്തിലും 9-ാം വചനത്തിൽ പ്രധാന ദൂതൻ മിഖായേൽ പിശാചുമായി നടത്തുന്ന തർക്കത്തെക്കുറിച്ചും പോരാട്ടത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം വളരെ വ്യക്തമായ സൂചനകൾ അശരീരികളായ ദൈവദൂതന്മാരെക്കുറിച്ച് മാലാഖമാരെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മാലാഖമാരെക്കുറിച്ച് ഈ പരാമർശങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറെ കൂടി വ്യക്തമായി മാലാഖമാരെ അവതരിപ്പിക്കുന്നത് അപ്പോക്രിഫൽ രചനകളിലാണ്. ഏനോക്കിൻ്റെ പുസ്തകം 1-ാം പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 7 മാലാഖമാരെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്.
മിഖായേൽ, റഫായേൽ, ഗബ്രിയേൽ, ഉറിയേൽ, സറായേൽ, റഗുവേൽ, റമിയേൽ. ഈ 7 മാലാഖമാരെ പേരെടുത്ത് ഏനോക്കിൻ്റെ പുസ്തകം പരാമർശിക്കുന്നുണ്ട്. വെളിപാട് ഗ്രന്ഥത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 2-ാം വചനത്തിലും ദൈവസന്നിധിയിൽ നിന്നിരുന്ന 7 ദൂതന്മാരെ കണ്ടതായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലും അപ്പോക്രിഫൽ രചനകളിലും മാലാഖമാരെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പിന്നീട് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതായിട്ട് സഭയുടെ കൗൺസിലുകളിൽ നാം കാണുന്നുണ്ട്. 4-ാം ലാറ്ററൻ കൗൺസിൽ AD 1215 നടക്കുമ്പോൾ മാലാഖമാരെക്കുറിച്ച് ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്. ദൈവം സമയത്തിൻ്റെ ആരംഭത്തിൽ ശൂന്യതയിൽ നിന്ന് ഒരേ സമയം ആത്മീയവും ശാരീരികവുമായ 2 തരം ജീവികളെ, മാലാഖമാരെയും ഭൗമിക ജീവികളെയും സൃഷ്ടിച്ചുവെന്ന് കൗൺസിൽ പഠിപ്പിക്കുകയാണ്. പിന്നീട് ആത്മാവും ശരീരവും ചേർന്ന മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചുവെന്ന്. അപ്പോൾ 2 തരം ജീവികളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഒന്ന്, നാം കാണുന്ന ഈ രൂപത്തിലോ ഭാവത്തിലോ അല്ലാത്ത അശരീരികളായ മാലാഖമാരുടെ സൃഷ്ടിയെക്കുറിച്ചും അവിടെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, കത്തോലിക്കാ സഭയുടെ ആധികാരിക പ്രബോധനങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാകുന്നതിൽ ഏറ്റവും നല്ലൊരു സ്രോതസ്സ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥമാണ്. 1992 വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലാണ് കത്തോലിക്കാ സഭയിലെ വിശ്വാസ സത്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടും സഭ എന്ത് വിശ്വസിക്കുന്നു, ഈ വിശ്വാസം എങ്ങനെ ജീവിക്കുന്നു, ഈ വിശ്വാസമുള്ള സമൂഹം എങ്ങനെ കൽപ്പനകൾ പാലിക്കുന്നു, കൂദാശകളിലൂടെ ഈ വിശ്വാസം എങ്ങനെ ആഘോഷിക്കുന്നു, ഈ വിശ്വാസത്തിലൂടെയുള്ള ജനത എപ്രകാരം പ്രാർത്ഥിക്കുന്നു. 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് കത്തോലിക്കാ സഭയുടെ വിശ്വാസ സംഹിത CCC, കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ അതിൻ്റെ 328-ാമത്തെ പാരഗ്രാഫിൽ മാലാഖമാരെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. മാലാഖമാർ എന്ന് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന അരൂപികളും അശരീരികളുമായ സൃഷ്ടികൾ ഉണ്ടെന്നത് വിശ്വാസത്തിലെ ഒരു സത്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥ സാക്ഷ്യവും പാരമ്പര്യത്തിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായവും ഒരുപോലെ വ്യക്തമാണ് എന്ന് സഭ കത്തോലിക്ക സഭയിലെ മതബോധന ഗ്രന്ഥത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ശൈശവം മുതൽ മരണം വരെ മാലാഖമാർ നമുക്ക് കൂട്ടിനുണ്ടാകുമെന്ന് നമുക്കൊക്കെ വിശ്വാസമുണ്ട്. ഫ്രാൻസിസ് പാപ്പ അതുകൊണ്ടാണ് നമ്മെ പഠിപ്പിക്കുക, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വിശിഷ്ട സഹായികൾ തന്നെയാണ് കാവൽ മാലാഖമാർ. ഇവിടെ ഒരു ചെറിയ സംശയം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ കാവൽ മാലാഖമാരെന്ന് പറയുന്നത് തന്നെയാണോ ഈ മിഖായേൽ, റഫായേൽ, ഗബ്രിയേൽ മാലാഖമാർ? അതോ ഇതിന് അപ്പുറത്ത് നിൽക്കുന്ന 9 വൃന്ദം മാലാഖമാരെയാണോ കാവൽ മാലാഖമാരായിട്ട് നമുക്ക് കണക്കാക്കപ്പെടുക? എങ്കിലും നമ്മുടെ വിശ്വാസ പാരമ്പര്യം നമുക്ക് നൽകുന്ന ആ ഒരു അറിവനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും കാവൽ മാലാഖമാരുണ്ട്. അതല്ലേ ഇന്ന് ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ നാം വായിച്ച മത്തായിയുടെ സുവിശേഷത്തിലെ 18-ാം അധ്യായം നമ്മളോട് പറഞ്ഞത് ഓരോരുത്തർക്കും കാവൽ മാലാഖമാരുണ്ട്. ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നത് എൻ്റെ കുഞ്ഞുനാളിൽ അമ്മൂമ്മ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. മോനെ, നിൻ്റെ ഉള്ളിൽ നിൻ്റെ വലതുവശത്തൊരു മാലാഖയും ഇടതുവശത്ത് ഒരു പിശാചും ഉണ്ട്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, നല്ല കാര്യം ചെയ്യുമ്പോൾ പിശാച് ഒരു പക്ഷേ നിന്നോട് പറയും അത് വേണ്ട എന്ന് പറയും.
മാലാഖയാകട്ടെ അത് ചെയ്യാനായിട്ടൊരു പ്രചോദനം നിനക്ക് നൽകും. എപ്പോഴും ഈ മാലാഖയും പിശാചും തമ്മിലുള്ള ഒരു യുദ്ധം, ഒരു ആന്തരിക യുദ്ധം ഉണ്ടാകും. നല്ല കുട്ടികളാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ മാലാഖ പറയുന്നത് കേട്ട് നടക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാവൽ മാലാഖമാർ നമുക്ക് നൽകുന്ന പ്രചോദനം സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. മാലാഖ ദൈവത്താൽ അയക്കപ്പെടുന്നത് വ്യത്യസ്തമായ ദൗത്യങ്ങളുമായിട്ടാണ്. ഈ ഭൂമിയിലേക്ക് ഞാനും നിങ്ങളും അയക്കപ്പെട്ടിരിക്കുന്നതും വ്യത്യസ്തമായ ദൗത്യത്തോടു കൂടെ തന്നെയാണ്. ദൈവമേൽപ്പിച്ച ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കുന്നതിലൂടെ ഞാനും ദൈവത്തിൻ്റെ മാലാഖയ്ക്ക് തുല്യമുള്ള ആ ഒരു ദൗത്യം നിർവഹിക്കുകയാണ്. ചിലപ്പോഴെങ്കിലും നമുക്ക് അനുഭവപ്പെടാറില്ലേ, നമ്മുടെ ജീവിതത്തിൽ ചില മനുഷ്യർ മാലാഖമാരെ പോലെ കടന്നു വന്നു നമ്മൾ പറയാറില്ലേ? എവിടെ നിന്നാണ് ആ സഹായം, എവിടെ നിന്നാണ് ആ ഒരു ആശ്വാസം, എവിടെ നിന്നാണ് ആ സാന്ത്വനം? അത് പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. ദൈവം എന്നെയും നിങ്ങളെയും ഈ മാലാഖമാരെ ഏൽപ്പിച്ചതുപോലെയുള്ളൊരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. നമുക്കും ദൈവത്തിൻ്റെ സ്വരമായി, ദൈവത്തിൻ്റെ സാമീപ്യമായി, സാന്നിധ്യമായി, ദൈവത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമ്പോൾ ഈ മാലാഖമാർ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന പ്രചോദനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെയും ക്രമപ്പെടുത്താൻ കഴിയുമ്പോൾ നാമും വിശുദ്ധിയുടെ പാതയിലാണ്. വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഞാനും നിങ്ങളും ഈ വിശുദ്ധ പാതയിലുമാണ് എന്ന ചിന്തയോടുകൂടെ തന്നെ ഈ മാലാഖമാരെ അനുസ്മരിക്കാനും അവരുടെ ആ ദൗത്യത്തിൽ പങ്കുകാരായി മാറാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.